തന്നെ ഇവിടെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. അതിന് സാർ ഇവിടെയെങ്കിലും വന്നിട്ടില്ലല്ലോ. ഇഡിയറ്റ്. അവിടെ കണ്ടിട്ടുണ്ടല്ലോ. ഒന്ന് വേഗം വരുമോ? എന്തായാലും ഇവനെ ഞാൻ പൂട്ടും. എന്നാ സാറ് തൂങ്ങും. അവന്റെ അവസാനത്തെ കളിയാ കളിക്കുന്നേ. എന്റെ ജീവിതം തകർത്തു, ഇപ്പൊ എന്റെ കുടുംബവും. അവന്റെ അണ്ടം കീർന്നൊരു പണി ഞാൻ കൊടുക്കും, പിന്നെ അവൻ പൊങ്ങില്ല. എന്തൊക്കെയായിരുന്നു, ഇനി എന്തോന്ന് കൊലയെടുത്തിട്ട് വെട്ടും, തേങ്ങാ കൊല. ഇതൊക്കെ വളരെ മാരകമായ ആയുധങ്ങളാണ്. ബഫേഴ്സിന്റെ അൾട്രാ മോഡേൺ മെഷീൻ ഗണ്ണ് മുതൽ നമ്മുടെ നാടൻ മലപ്പുറം കത്തി വരെ ഇതിലുണ്ട്. ദാസ, ഏതാ ഈ അലവലാതി? ഇവള് ചില്ലറക്കാരി അല്ല. അത് ഞങ്ങൾക്കും അറിയാം. ദൈവമേ, നമുക്കിട്ട് പണി കിട്ടുവാ. ഓ, പഴയ കാര്യമൊക്കെ മറന്നുണ്ടാവും. എന്താടാ ഇത് കഞ്ഞുടിക്കാത്ത പോലെ? ഒന്ന് ഉഷാറായിട്ട് പറയടാ. എന്നാ പിന്നെ നീങ്ങി വാടാ. അങ്ങ് പഞ്ചാബിലുള്ളതിനേക്കാൾ ഉഷിരുള്ള ആമ്പിള്ളേർ ഇവിടെ കേരളത്തിലുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. നീ വാ. ഇവന്മാരൊക്കെ എന്ത് ബഡാ സാബല്ലേ ശരിക്കുള്ള സാബ്. അങ്ങേരൊന്ന് വന്ന് നിന്നാ മതി, അപ്പ മൂത്രമൊഴിക്കും. അങ്ങേർക്ക് അതിന്റെ അസുഖം ഉണ്ടാ? അങ്ങേരല്ല, ഇപ്പൊ കണ്ട കൊമ്പന്മാരില്ലേ അവര്. യുവന്മാർക്കെല്ലാം ബഡാ സാബിന് വലിയ പേടിയാ. എനിക്കും. എത്ര നാളാ ഞാൻ വീരുബായുടെ അനിയനാണെന്ന് പറഞ്ഞിങ്ങനെ ജീവിക്കുക. അയാളുടെ ശല്യം ഒഴിവാക്കി കഴിഞ്ഞാ എനിക്ക് 2 പ്രയോജനങ്ങളുണ്ട്. അതിലൊന്ന് വീരുബായുടെ പൊസിഷൻ. എല്ലാ കളിക്കും ഒരു ഫൈനൽ ഉണ്ടാവും. വെയിറ്റ് ആൻഡ് വാച്ച്. ഇനി ഞാൻ ഇവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടക്കരച്ചിലിന് പോട്ടെ. എല്ലാരും ഇങ്ങോട്ട് പൊന്നല്ലേ.